മഴതോരും മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ ഇന്ന് പറയുന്നത്. അലീന കുളത്തുപുഴയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നറിയുന്ന ഔതുകുട്ടിച്ചായൻ അലീനയെ ഒരു നിമിഷം പോലും കുളത്തുപുഴ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് കുളത്തുപുഴയിലേക്ക് വരുന്നത്. ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ തന്നെ നായകൾ ഓടി വരുന്നുണ്ട്. വല്ലപ്പോഴും ലാലിച്ചനെ കാണാൻ ഔതുകുട്ടിച്ചായൻ കുളത്തുപുഴയിലെ വീട്ടിലേക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നായകളെ ഔതുകുട്ടിച്ചായന് വലിയ പേടിയൊന്നുമില്ല. നായകൾക്കും ഔതുകുട്ടിച്ചായനെ അറിയാമെന്നുള്ളത് കൊണ്ട് വാലാട്ടി കറങ്ങി അവിടെ തന്നെ നിന്നു. എന്താടാ, നിന്റെ മുതലാളി ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ട് താമസിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇതൊന്നും കണ്ടില്ലേ? അവളെ കടിച്ച് കീറണ്ടായിരുന്നോ നായകളെ? നിന്നേക്ക് അവൻ എന്തിനാ ഇങ്ങനെ തീറ്റ കൊടുത്ത് വളർത്തുന്നത്? വെറുതെ തിന്നു മുടിക്കാന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല, അങ്ങോട്ട് മാറിക്കേ എന്ന് പറയുമ്പോൾ തന്നെ നായകൾ രണ്ടുപേരും തിരിഞ്ഞ് ഫ്രണ്ടിലോട്ട് ഓടുകയാണ്. ആ സമയത്ത് തന്നെ ഔതുകുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഇതിനെയൊക്കെ വളർത്തി കളഞ്ഞു. ലാലിച്ചിന് വേറെ പണിയൊന്നുമില്ല, കയ്യിൽ 5 കാശുണ്ടെന്ന് കറിഞ്ഞ് കുറേ നായകളെ വീട്ടിൽ വളർത്തിയിട്ടിരിക്കുന്നു. അവനിത് എന്നാത്തിൻ്റെ കേടാണോ എന്തോ. അങ്ങനെ പെറുപെറുത്തുകൊണ്ട് കുളത്തൂപ്പുഴയിലെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ദൂരെ അലീന നിൽക്കുന്നുണ്ട്. അലീനയെ ദൂരെ നിന്ന് കാണുകയാണെങ്കിലും അയാളുടെ മനസ്സിൽ പെട്ടെന്ന് എന്തോ ഒരു ഓർമ്മ വരുന്നുണ്ട്. വല്ലാത്ത ദേഷ്യത്തോടു കൂടി പല്ലുകൾ കടിച്ചമർത്തിയാണ് ഔതുകുട്ടിച്ചായൻ അലീനയുടെ അടുത്തേക്ക് വരുന്നത്. ആ മുഖഭാവം പക്ഷെ അലീനയുടെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും കുറഞ്ഞുകൊണ്ടേയിരുന്നു. അലീനയുടെ അടുത്തേക്ക് ഔതുകുട്ടിച്ചായൻ എത്തുമ്പോൾ ഒരു നിമിഷം അലീനയെ കാണുന്ന സമയത്ത് ഔതുകുട്ടിച്ചായൻ അവിടെ സ്തബ്ധനായിട്ട് നിൽക്കുകയാണ്. അലീനയുടെ കണ്ണുകളിലേക്ക് തന്നെ ഔതുകുട്ടിച്ചായൻ നോക്കി നിൽക്കുന്നുണ്ട്. അലീനയും അന്തം വിട്ട് അപ്പച്ചനെ നോക്കി നിൽക്കുകയാണ്. ഇത് അപ്പച്ചനാണ് എന്നുള്ള കാര്യം ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി. ആ പിരിച്ച മീശകളും ഉരുണ്ട് തുറിച്ചു നോക്കുന്ന കണ്ണുകളും ആ തലയും പൊക്കവും എല്ലാം കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് പപ്പയുടെ പപ്പ തന്നെയാണ്. ഔതുകുട്ടിച്ചായന്റെ നോട്ടം കാണുമ്പോൾ അലീനയും വിചാരിക്കുന്നുണ്ട്, എന്തിനായിരിക്കും അപ്പച്ചൻ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കോ? എന്നെ ഇവിടുന്ന് ഇപ്പോൾ തന്നെ പിരിച്ചു വിടുമോ? ഒന്നും അറിയാതെ വല്ലാത്തൊരു ആകാംക്ഷയോട് കൂടിയാണ് അലീന ഔതുകുട്ടിച്ചായന്റെ മുഖത്തേക്ക് നോക്കുന്നത്. ഔതുകുട്ടിച്ചായൻ കണ്ണെടുക്കാതെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത് എൻ്റെ മരിച്ചുപോയ ചിന്നമ്മയുടെ അതേ മുഖം തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം ചിന്നമ്മ എന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ. ഇത് എന്തൊരു അത്ഭുതം! ഇത്രയധികം പകർച്ച മറ്റൊരു ആൾക്ക് കിട്ടുമോ? എൻ്റെ ചിന്നമ്മ എന്നിങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. പക്ഷേ അത് അലീനയുടെ മുഖം ഇങ്ങനെ കാണുമ്പോൾ ഔതുകുട്ടിച്ചായന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. ഔതുകുട്ടിച്ചായൻ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് അലീനയുടെ നെഞ്ചുകൾ ഇങ്ങനെ പടപടാന്നിടിക്കുന്നുണ്ട്. അപ്പച്ച എന്ന് അവൾ വിളിക്കുന്നുണ്ട്. ആ ഒരു വിളിയിൽ ഔതുകുട്ടിച്ചായൻ ഒന്നലിഞ്ഞുവെങ്കിലും പക്ഷേ ഈ കുട്ടി ഒരു അവിഹിത സന്തതിയാണ് എന്ന് ആലോചിക്കുമ്പോൾ അപ്പച്ചന് വല്ലാതെ ദേഷ്യമാണ്. നാട്ടുകാരുടെ മുഖം, പള്ളിക്കാരും എൽസമ്മയും റീത്താമ്മയും ഇതൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പച്ചന് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. അലീന പറയാണ്, അപ്പച്ച എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇരിക്കപ്പച്ച എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി അലീനയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നുണ്ട്, നീ ആരാ കൊച്ചേ എന്നെ ഇരിക്കാൻ പറയാൻ? എനിക്കറിയാം എൻ്റെ മകൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ഇരിക്കണോ കിടക്കണോ എന്ന്. നീ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നോ? നീ എന്ന് വന്നടി? നീ ആരാ എന്ന് ദേഷ്യത്തോട് ചോദിക്കുമെന്ന സമയത്ത് അലീന പറയാണ്, ഞാൻ അലീന. അപ്പച്ചനെ അറിയായിരിക്കുമല്ലോ, പപ്പയെ വിളിക്കാൻ ഞാൻ. പപ്പയോ? ഏത് പപ്പ? എന്ന് വന്നു പപ്പ? എവിടുത്തെ പപ്പ? നീ ആരെയാ പപ്പ എന്ന് വിളിക്കുന്നത്? ഔതുകുട്ടിച്ചായൻ്റെ അലർച്ച കേൾക്കുമ്പോൾ തന്നെ സ്റ്റാൻലി ജോസഫ് പുറത്തിറങ്ങി വരുന്നുണ്ട്. അപ്പച്ചനെ കാണുമ്പോൾ ഒരു നിമിഷം പകച്ചു നിന്നുവെങ്കിലും അപ്പച്ച എന്താ അപ്പച്ച ഇത് എന്ന് വിളിച്ച് അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്താടാ ഇതെന്താ ഞാൻ കാണുന്നത്? ഈ കൊച്ചിനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ സമയത്തെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അതിൻ്റെ ആവശ്യമില്ല, അത് നമുക്ക് വേണ്ട എന്നുള്ള കാര്യം. നീ എന്തുകൊണ്ടാ എൻ്റെ വാക്ക് ധിക്കരിച്ചിട്ട് ഈ കൊച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? എന്താ നിന്റെ ഭാവം? അപ്പച്ച, അപ്പച്ചനോട് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. 22 വർഷം അനാഥയെ പോലെ ജീവിച്ചവളാണ്. ഇനി എൻ്റെ കരുതല് എൻ്റെ മോൾക്ക് കിട്ടണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ എൻ്റെ മകളെ അംഗീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ദേഷ്യത്തോടു കൂടി തന്നെയാണ് ഔതുകുട്ടിച്ചായൻ 2 ദിവസം അവിടെ താമസിക്കുന്നത്. പതിയെ അലീന ഔതുകുട്ടിച്ചായൻ്റെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങൾ പറയും. അപ്പച്ച ചായ വേണോ? അപ്പച്ചൻ എന്നെ ഇഷ്ടമായില്ലേ എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഔതുകുട്ടിച്ചായൻ്റെ മനസ്സ് ചെറുതായിട്ടൊക്കെ അലിഞ്ഞു തുടങ്ങുന്നുണ്ട്. 2 ദിവസം നിൽക്കാൻ വന്ന ഔതുകുട്ടിച്ചായൻ വീണ്ടും അവിടെ ഒരാഴ്ച നിൽക്കുന്നുണ്ട്. അവിടുത്തെ പണിക്കാരെയൊക്കെ ഔതുകുട്ടിച്ചായനും അറിയാം.
ഓരോ ദിവസം രാവിലെ അലീന മറ്റുള്ളവർ എണീക്കുന്നതിന് മുന്നേ അടുക്കളയിൽ കയറും. ഔതുക്കുട്ടിച്ചായനുള്ള ചായ ഉണ്ടാക്കും. അങ്ങനെ പതിയെ പതിയെ ഔതുക്കുട്ടിച്ചായനും അലീനയും തമ്മിലുള്ള ദേഷ്യം മാറി അവർ അടുക്കാൻ തുടങ്ങി. ഔതുക്കുട്ടിച്ചായൻ കൊച്ചുമകളെ പോലെ അലീനയെ കണ്ടു. അവരുടെ ചിന്നമ്മയുടെ മുഖമായതുകൊണ്ട് കുറച്ചേറെ സ്നേഹം തന്നെ അലീനയ്ക്ക് കൊടുത്തു. വീട്ടിലെ ജോലിക്കാര് പലതവണ പല കള്ളങ്ങളും ചെയ്യുന്നതും കണ്ടുപിടിച്ച് ഔതുക്കുട്ടിച്ചായനെ അറിയിച്ചു. അപ്പോഴും സ്റ്റാൻലി ജോസഫിനോട് അലീന ഒരു കാര്യവും പറഞ്ഞില്ല. അങ്ങനെ അവസാനം ഔതുക്കുട്ടിച്ചായനോട് അലീന പറഞ്ഞു, അപ്പച്ച ഇങ്ങനെ പോയാൽ എങ്ങനെയാ അപ്പച്ച ശരിയാവുക? അപ്പച്ച പപ്പ ഇവരെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക. എല്ലാ ചുമതലകളും അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. അവര് കള്ളന്മാരാണ് അപ്പച്ച. എന്തുമാത്രം പണവാ ഓരോ ദിവസം കട്ടുമോട്ടിച്ച് കഴിക്കുന്നതും എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ. കഴിക്കുന്നത് പോട്ടെ, ഓരോ ആൾക്കാർക്ക് ഇവിടെ നിന്ന് എന്തെല്ലാം സാധനങ്ങളാണ് ഓരോ ദിവസം കൊടുത്തു വിടുന്നത്. ഇതെല്ലാം എൻ്റെ പപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. പണത്തിൻ്റെ വില എനിക്ക് നല്ലതുപോലെ അറിയാം അപ്പച്ച. 22 വർഷം കഴിക്കാനും കുടിക്കാനും ഇല്ലാതെ, മാറി ഉടുക്കാൻ പോലും വസ്ത്രമില്ലാതെ എവിടെയൊക്കെയോ കിടന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്കറിയാം അപ്പച്ച പണത്തിൻ്റെ വില. പപ്പയ്ക്ക് യാതൊരു വിലയുമില്ല. പപ്പ ഈ കാര്യങ്ങളിലൊന്നും എന്താ അപ്പച്ച ശ്രദ്ധിക്കാത്തത്? ഔതുക്കുട്ടിച്ചാൻ പറയാണ്, മോളെ അവനൊരു പട്ടാളക്കാരനല്ലേ, അവൻ്റേതായിട്ടുള്ള കുറച്ച് ചിട്ടകളുണ്ട്. മോൾ അതൊന്നും കാര്യമാക്കണ്ട. എപ്പോഴും ഒരു കടുത്ത ദാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് ലാലിച്ച് നിൽക്കാറ്. അതവൻ്റെ കുറേ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അവൻ അങ്ങനെ ആക്കി തീർത്തതാണ് മോളെ. എന്നാലും എൻ്റെ അപ്പച്ച ഇങ്ങനെയുണ്ടോ? ഇതിപ്പോൾ റിട്ടയർഡ് ആയില്ലേ, എന്നിട്ടും പഴയ സ്റ്റാൻലി ജോസഫ്, കേണൽ സ്റ്റാൻലി ജോസഫിനെ പോലെ തന്നെയാണല്ലോ അപ്പച്ച പപ്പയുടെ പെരുമാറ്റം. ആരോടും ഒരു സ്നേഹമില്ലാത്തതുപോലെ. എന്നോട് പോലും അധികം അങ്ങനെ സ്നേഹം കാണിക്കാറില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാനോ പറയാനോ പോയായിരുന്നാൽ പട്ടാള ചിട്ട. ആ പറയൂ എന്താ? ഒരു ചോദ്യം ചെയ്യൽ രീതിയാ. എനിക്കതാ ഇഷ്ടപ്പെടാത്തത്. ഔതുക്കുട്ടിച്ചായൻ ചെറിയ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, എൻ്റെ മോളെ അത് എത്രയോ വർഷം കൊണ്ട് അവൻ അങ്ങനെ തന്നെയാണ്. നീ ഇനി അത് മാറ്റിയെടുക്കാനൊന്നും നിൽക്കണ്ട. അവൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും പറഞ്ഞു പോയായിരുന്നാൽ അവൻ അത് ദേഷ്യപ്പെട്ടുകൊണ്ടേ സംസാരിക്കുള്ളൂ. എന്നാലും എൻ്റെ അപ്പച്ച ഇത് വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ. ഒരു പപ്പ മകളോട് കാണിക്കേണ്ട സ്നേഹം ഇങ്ങനെയൊക്കെയാണോ അപ്പച്ച കാണിക്കേണ്ടത്? ഔതുക്കുട്ടിച്ചായൻ ചെറു പുഞ്ചിരിയോടുകൂടി വീണ്ടും പറയുന്നു, മോളെ അതൊന്നും നീ സാരമാക്കണ്ട. അവൻ്റെ സ്വഭാവം ഇങ്ങനെയാ. ഇല്ല അപ്പച്ച, ഇത് ഞാൻ മാറ്റിയെടുത്തിരിക്കും. അപ്പച്ചൻ നോക്കിക്കോ. മാറ്റിയെടുത്തത് തന്നെ ഇത്രയും വർഷമായിട്ട് സാധിച്ചില്ല. പിന്നെയാണോ കുറച്ച് ദിവസം മുന്നേ വന്ന് നീ വിചാരിച്ചാൽ? ഞാൻ വിചാരിച്ചാൽ നടക്കും. അപ്പച്ചൻ നോക്കിക്കോ. അപ്പച്ചൻ്റെ മകനെ ഞാൻ എങ്ങനെ മാറ്റിയെടുത്ത് അപ്പച്ചൻ്റെ കയ്യിൽ തരുമെന്ന്. അപ്പോഴും ഔതുക്കുട്ടിച്ചായൻ പറയുന്നു, നമുക്ക് കാണാമോളെ എന്ന്. അടുത്ത് കാണിക്കുന്നത് പൗലോസ് ബാഗൊക്കെ എടുത്ത് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. സ്റ്റാൻലി ചോദിക്കുകയാണ്, എന്താ പൗലോസേ, ജോലി ഉപേക്ഷിച്ച് പോവുകയാണോ? അയ്യോ ഇല്ല സാറേ, എനിക്കൊരു അത്യാവശ്യമുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാം. വീണ്ടും ഒന്നും പറയാതെ കുറച്ച് സമയം അവിടെ പൗലോസ് നിൽക്കുകയാണ്. തലയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്റ്റാൻലി ജോസഫ് ചോദിക്കുകയാണ്, എന്താ പൗലോസേ, എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ എനിക്കൊരു 5000 രൂപ വേണമായിരുന്നു, അതുകൊണ്ടാ. ആ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ പേഴ്സിൽ നിന്നും 5000 രൂപ എടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കുകയാണ്. 5000 രൂപയും കയ്യിൽ വാങ്ങി പൗലോസ് സ്റ്റാൻലി ജോസഫിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അവിടെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ രാജപ്പനും കാർ ഡ്രൈവറായ ബൈജുവും ഇരിപ്പുണ്ട്. എന്താ ഇവിടുത്തെ പണി ഉപേക്ഷിച്ച് പോവാൻ തന്നെയാണോ തീരുമാനം? എന്നിട്ട് ബൈജു പറയാണ്, ആ പീക്കർ പെണ്ണ് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇത്രയും വർഷം ഇവിടുത്തെ കാര്യസ്ഥനായിട്ട് നിന്ന് നീ ഇപ്പോൾ അടുക്കള ഉപേക്ഷിച്ച് പോവാനോ? അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, പീക്കറെ പെണ്ണോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൾ വിഷവിത്താണെന്ന്. നിങ്ങളും ഇനി സൂക്ഷിച്ചോ. അപ്പോൾ രാജപ്പൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ പോവാൻ തന്നെ തീരുമാനിച്ചിട്ടാണോ? ഇനി ഇങ്ങോട്ടേക്ക് വരില്ലേ? ഈ പൗലോസിനെ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി കിട്ടും. ഇയാളുടെ പിച്ചക്കാശും കൊണ്ട് ഇവിടെ ജോലി ചെയ്യാൻ എനിക്കിനി പറ്റില്ല രാജപേട്ട. ഞാൻ പോകുന്നു. നിങ്ങളും വേറെ പണി നോക്കിക്കോ. എന്നാ ഈ പെണ്ണിവിടെ നിന്ന് പുറത്താക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നീ സ്റ്റാൻലി സാറിനോട് എന്തു പറഞ്ഞു? ഞാൻ സാറിനോട് പറഞ്ഞു വീട്ടിലേക്ക് പോവാണ്, 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന്. അപ്പോൾ ഇവിടുത്തെ പണി മതിയാക്കുകയാണെന്ന് നീ പറഞ്ഞില്ലേ? ആ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. സാറിനോട് ആ പെണ്ണ് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് സാർ എന്നോട് വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഞാൻ 5000 രൂപയും ചോദിച്ചു. സാർ ഉടനെ എടുത്ത് കയ്യിൽ തരുകയും ചെയ്തു. അതും വാങ്ങിക്കൊണ്ട് ഞാൻ സ്ഥലം വിടാൻ പോവുകയാണേ, ഇനി എന്നെ നോക്കണ്ട എന്ന് പറഞ്ഞ് പൗലോസ് പോവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഔതുക്കുട്ടിച്ചായനെയും അലീനയാണ്. അലീന അപ്പച്ചനോട് ചോദിക്കുകയാണ്, അപ്പച്ച പപ്പയ്ക്ക് ഒരു ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്നറിഞ്ഞു. അവരെ ആരെയും ഇങ്ങോട്ട് കാണാറില്ലല്ലോ. അവർക്കിവിടെ ആവശ്യമില്ല മോളെ.
അവർക്ക് കിട്ടേണ്ടത് ലാലിച്ചൻ സമയാസമയം അയച്ചു കൊടുക്കുന്നുണ്ട്. അതുമാത്രം മതി. നീ പേടിക്കണ്ട, ഇനിയിപ്പോ ഉടനെ ഒരു പട തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. നീ കേട്ടിട്ടുണ്ടോ പുളിക്കൽ തറവാട്? എൻ്റെ അമ്മോ, ഗുണ്ടകളുള്ളതാ, അവർ കൊല്ലാൻ പോലും മടിക്കൂല. ഇനിയിപ്പോ നീ ഇവിടെ വന്നെന്നറിയുമ്പോൾ കുറെ പാർട്ടിക്കാരും പള്ളിക്കാരും അവളുടെ ആങ്ങളെയും എല്ലാവരും വരും. അതിന് വലിയ താമസമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അലീന വല്ലാതെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പച്ചാ, പപ്പയുടെ മക്കളെ കാണാൻ എങ്ങനെയാ? അപ്പോൾ അവധുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, മൂത്ത മോള് ടാനിയ, അവള് നിന്റെ തനി പകർപ്പ, ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇളയ അവള് ടെൽസ, അവക്കും 10-16 വയസ്സുണ്ട്. പക്ഷെ ആ വയസ്സിനനുസരിച്ചുള്ള ആ ഒരു ബുദ്ധിയൊന്നും അവക്കില്ല. എല്ലാവരെയും മോക്ക് പരിചയപ്പെടാം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഒരു കാറ് പുറത്തു വന്ന് നിൽക്കുന്നത്. അലീന ആ ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കുകയാണ് ആരാണെന്ന്. അവധുക്കുട്ടിച്ചായൻ പതുക്കെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു കാറ് വന്ന് നിന്നു. അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നു റീത്താമ്മ. റീത്താമ്മയെ കണ്ടതും അവധുക്കുട്ടിച്ചായൻ അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അലീന കണ്ണുകൾ ചുളുക്കി അവധുക്കുട്ടിച്ചായനോട് ചോദിച്ചു, ആരാ അപ്പച്ച? ഞാൻ പറഞ്ഞതിൽ ഒരാൾ വന്നിട്ടുണ്ട്, റീത്താമ്മ, സ്റ്റാൻലിയുടെ ഭാര്യയുടെ ചേച്ചി. എന്തിനുള്ള വരവാണോ എന്തോ. നീ അകത്തേക്ക് പൊയ്ക്കോ, ഇങ്ങോട്ടേക്ക് ഇറങ്ങണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പച്ച വിളിച്ചോളാം. ശരി അപ്പച്ച എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. റീത്താമ്മയെ കണ്ടപ്പോൾ അവധുക്കുട്ടിച്ചായൻ പറഞ്ഞു, ഇതാരാ? റീത്താമ്മയോ? ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ റീത്താമ്മേ? എന്തു പറ്റി ഇപ്പോൾ? വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പച്ച. ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, അങ്ങനെ വന്നതാ. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിയാൻ വന്നതാ. എന്നിട്ട് വേണം എനിക്ക് എൽസമ്മയുടെ അടുത്തേക്ക് കൂടെ ഒന്ന് പോവാൻ. എന്ത് കാര്യമോ നീ അറിഞ്ഞത്? ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ. ആരാ പറഞ്ഞത്? അതാരെങ്കിലും ആയിക്കോട്ടെ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഏതാ ആ പെൺകുട്ടി? അവധുക്കുട്ടിച്ചായൻ അലീനയുടെ കാര്യം പറയാൻ തുടങ്ങുമ്പോഴേക്കും സ്റ്റാൻലി ജോസഫ് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. റീത്താമ്മയെ കാണുമ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, എന്താ ഇവിടെ കാര്യം? ആരുടെ കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിക്കണം. അപ്പോൾ റീത്താമ്മ പറയാണ്, ലാലിച്ചിനെ ഇവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് അപ്പച്ചനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചത്. എന്ത് കാര്യങ്ങളാണ് അറിയേണ്ടത്? ഇവിടെ ഒരു പെൺകുട്ടിയെ ലാലിച്ചൻ ഇവിടെ താമസിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ, അതാരാ? അപ്പോൾ ലാലിച്ചൻ ഒരു മടിയും കൂടാതെ പറയുന്നുണ്ട്, അതെൻ്റെ മകളാ. നിൻ്റെ മകളോ? എനിക്കറിയാവുന്നുള്ളത് നിനക്ക് 2 മക്കളാണല്ലോ. എൻ്റെ എൽസമ്മയിൽ ജനിച്ച 2 മക്കള്. അവർ രണ്ടുപേരെയും കണ്ടിട്ടാണല്ലോ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഏത് മകളാ നിനക്കുള്ളത്? എനിക്കിങ്ങനെ ഒരു മകളും കൂടെ ഉണ്ട്. അത് നിങ്ങൾ അറിഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇപ്പോഴാ ഞാനും അറിഞ്ഞത്. ഞാൻ എൻ്റെ മകളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അതിനിപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അപ്പോൾ അറിഞ്ഞതെല്ലാം ശരിയാണ്. നിൻ്റെ മകള് തന്നെയാണല്ലേ? നിനക്ക് പണ്ട് ഏതോ അവിഹിതം ഉണ്ടായിരുന്നു എന്നറിഞ്ഞു. അതിൽ നിനക്കൊരു മകളും ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. എന്തേ എന്ന് ഒരു മടിയും കൂടാതെ ലാലിച്ചൻ പറയുന്ന സമയത്ത് റീത്താമ്മയ്ക്ക് ഇങ്ങനെ ദേഷ്യം സഹിക്കവയ്യാതെ പല്ലുകൾ കടിച്ചമർത്തി നിൽക്കുകയാണ്. എന്നിട്ട് റീത്താമ്മ പറയാണ്, എവിടെയാ പെൺകുട്ടി? എനിക്കൊന്ന് കാണണം. അപ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, എന്തിനാ? എനിക്കൊന്ന് കാണാനാ. ശരി, ഞാൻ അലീനയെ വിളിക്കാം എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് പോയി കണ്ടോളാം. ഏതാണ് അവളുടെ റൂമൊന്ന് കാണിച്ചു തന്നാൽ മതി. ലാലിച്ചൻ കൈകൾ ചൂണ്ടി അവളുടെ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടേക്ക് അവളിങ്ങനെ പതിയെ പോവുകയാണ്. എന്നിട്ട് ഡോറ് തുറക്കുന്ന സമയത്ത് അലീന നോക്കുന്നുണ്ട്. അവിടെ ഒരു വിടവിൽ കൂടെ ആരോ നിൽക്കുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട്, ആരാ? അകത്തേക്ക് വരൂ. ഡോറ് ഫുള്ളും തുറന്ന് അവൾ അകത്തേക്ക് പോവുകയാണ്. പുറംതിരിഞ്ഞ് നിൽക്കുന്ന അലീനയെ കാണുമ്പോൾ റീത്താമ്മ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്, നീയാണോ ലാലിച്ചൻ്റെ അവിഹിത സന്തതി? നിന്നെയാണോ അവൻ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്? അലീന ചെറു പുഞ്ചിരികളോടുകൂടി തിരിഞ്ഞു നോക്കി. എന്താ ആൻറ്റി? ഞാനാ. ആൻറ്റിയോ? ആരാ നിൻ്റെ ആൻറ്റി? എന്തേ? ഞാൻ ആരാന്ന് നിനക്കറിയാവോ? ലാലിച്ചൻ്റെ ഭാര്യയുടെ ചേച്ചി. അപ്പച്ചൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അയാൾ ആ കഥകളെല്ലാം പറഞ്ഞു തന്നോ? ഞാനിപ്പോൾ പോകുന്നു. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരും. ഞാൻ മാത്രമായിട്ടല്ല, ലാലിച്ചൻ്റെ ഭാര്യയും മക്കളും പള്ളിക്കാരും രാഷ്ട്രീയക്കാരും കുറച്ച് ഗുണ്ടകളുമായിട്ട് ഞാൻ വരും. നിന്നെ ഇവിടെ നിന്ന് പിടിച്ചിറക്കി വിടാൻ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി തിരിഞ്ഞു പോകുന്ന റീത്താമ്മയെ കാണുമ്പോൾ അലീനയുടെ കണ്ണുകൾ നിറയുകയാണ്. തനിക്കിനി ഇവിടെയും സ്ഥാനമില്ലേ? തൻ്റെ സ്ഥാനം ഇനി പുറത്താണോ എന്നൊക്കെ ആലോചിച്ചിട്ട് റീത്താമ്മ ആരോടും മിണ്ടാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്.
ഔതുകുട്ടിച്ചായൻ ഓടി അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ അവൾ പറഞ്ഞിട്ട് പോയത്? എന്താ നിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? എന്തു പറഞ്ഞു മോളെ? അപ്പച്ച, എനിക്കറിയില്ല അപ്പച്ച, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അപ്പച്ച. എല്ലാവരും എന്നോട് ദേഷ്യപ്പെടുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാ അപ്പച്ച? ഭൂമിയിൽ ജനിച്ചു പോയതാണോ ഏറ്റവും വലിയ തെറ്റ്? അങ്ങനെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അപ്പച്ച. എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. അവളുടെ സങ്കടം കാണുമ്പോൾ ഔതുകുട്ടിച്ചായൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, മോളെ സാരമില്ല, നിന്നെ മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയും. ഞാൻ ആദ്യം വന്നപ്പോൾ എൻ്റെ ദേഷ്യം നീ കണ്ടതല്ലേ? ഇപ്പോൾ അപ്പച്ചൻ അങ്ങനെയാണോ നിന്നോട് പെരുമാറുന്നത്? ലാലിച്ചൻ അങ്ങനെയാണോ ഇപ്പോൾ നിന്നോട് പെരുമാറുന്നത്? അവൻ എല്ലാവരുടെ കാണിക്കുന്നത് അങ്ങനെ ഒരു പ്രകൃതമാണ്. പക്ഷേ ഉള്ളിൽ നിറച്ചും സ്നേഹമുണ്ട്, പ്രത്യേകിച്ച് മോളോട്. അതുകൊണ്ടല്ലേ അവൻ നിന്നെ അംഗീകരിച്ചത്, എല്ലാവരോടും ആ കാര്യം തുറന്നു പറയാൻ മനസ്സ് കാണിച്ചത്. എൻ്റെ മോള് സങ്കടപ്പെടണ്ട. അതുപോലെ റീത്താമ്മയും എൽസമ്മയും ടെൽസയും താനിയായും എല്ലാവരും മോളെ സ്നേഹിക്കും. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബത്ത് കൂടണം. നീ നോക്കിക്കോ, പുനലൂർക്ക് പോവാൻ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. ഒരിക്കൽ നിന്നെ ഞാൻ കൊണ്ടുപോകും, എല്ലാവരുടെയും മുന്നിൽ എൻ്റെ ലാലിച്ചിൻ്റെ മകളായിട്ട്. അന്ന് നമുക്കവിടെ ഒത്തുകൂടാം, അടിച്ചു പൊളിക്കാം. നമുക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട് മോളെ, മോള് സങ്കടപ്പെടണ്ട, എല്ലാവരെയും നമുക്ക് കാണാം. അവൾ കണ്ണുകൾ തുടച്ച് ചെറു പുഞ്ചിരിയോടുകൂടി റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. സ്റ്റാൻലി അടുത്ത് നിൽക്കുന്നുണ്ട്. എന്താ അലീന എന്ന് ചോദിക്കുമ്പോൾ അലീന തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ലാലിച്ചൻ ചോദിക്കുകയാണ്, നിനക്ക് വിഷമമായോ? സാരമില്ല, ഇതൊക്കെ പതിയെ നമുക്ക് ശരിയാക്കിയെടുക്കാം. നീ പേടിക്കണ്ട, ഈ പപ്പ കൂടെയില്ലേ? അപ്പോൾ ചെറു പുഞ്ചിരിച്ചുകൊണ്ട് അലീന തലയാട്ടി. അലീന തിരിഞ്ഞ് ഔതുകുട്ടിച്ചായൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, പപ്പ മനസ്സിൽ സ്നേഹം വച്ചിട്ട് പുറത്ത് കാണിക്കാത്തതാ. അപ്പച്ചൻ നോക്കിക്കോ, ഞാൻ പപ്പയെ മാറ്റിയെടുക്കും. റീത്താമ്മ വീട്ടിൽ വന്നിട്ട് ദേഷ്യത്തോടു കൂടി ഇറങ്ങിപ്പോകുന്നത് എൽസാമ്മയുടെ വീട്ടിലേക്ക് തന്നെയാണ്. ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് റീത്താമ്മ മാത്രം ആദ്യം പുറപ്പെട്ടു വന്നത്. അവിടെ ചെന്ന് എൽസാമ്മയോട് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയുന്നുണ്ട്. എടി എൽസാമ്മേ, നീ ഇങ്ങനെ ഇരുന്നോ, ഈ പിള്ളേരെ നോക്കി. അതാ അവിടെ അവൻ വേറൊരുത്തി കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു അവൻ്റെ മകളാണെന്ന്. ഏത് വകയിലുള്ള മകള്? നിനക്കിതിനെപ്പറ്റി വല്ല വിവരവും ഉണ്ടോ? അവൻ മാസാമാസം അയച്ചു തരുന്ന ആ കാശ് കൊണ്ട് ഇവിടെ നീ കഴിഞ്ഞു. അവൻ അവിടെ എന്ത് കാട്ടിക്കൂട്ടുന്നതൊന്നും നിനക്കറിയണ്ടല്ലോ. അവള് ഇനി അവിടുത്തെ ഭരണം ഏറ്റെടുക്കും. അവൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഇനി അവൾക്കുള്ളതായിരിക്കും. നീയും നിന്റെ മക്കളും ദാ ഇവിടെ ഇങ്ങനെ കിടന്നോ. റീത്താമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എൽസാമയ്ക്ക് ദേഷ്യം സഹിക്കവയ്യ. എൽസാമ പറയുന്നുണ്ട്, അതെന്താ റീത്താമ്മ അങ്ങനെ പറഞ്ഞത്? ഞാനെന്താ, എന്നെ വെറുതെ കൊണ്ടുവന്നതാണ് ഇവിടെ. എന്നെ കെട്ടിച്ചു കൊണ്ടുവന്നതാ. അതിലിതാ 2 മക്കളും ഉണ്ട്, അയാളുടെ തന്നെ. എനിക്ക് വേറെ അവിഹിതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങോട്ടേക്ക് പോവും, ഒറ്റയ്ക്കല്ല. പള്ളിയിലച്ഛനെയും പാർട്ടിക്കാരെയും നാട്ടുകാരെയും എല്ലാവരെയും കൊണ്ടുപോയി ഞാൻ അയാളെ നാണം കെടുത്തും. അല്ലാതെ അയാൾ എന്നെ പറ്റിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുന്നു. ഏതവൾ അവിടെ വന്ന് താമസിക്കുന്നത്? നീ നോക്കിക്കോ. ഞാൻ ചെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിരിക്കും. അപ്പോൾ റീത്താമ്മ പറയാണ്, നമുക്ക് കാണാം. അവളുടെ ആ മട്ടും ഭാവമൊക്കെ കണ്ടിട്ടേ എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ ലാലിച്ചിൻ്റെ സംസാരം കൂടെ കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി അയാൾ അവളെ ഏറ്റെടുത്തു കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് സംശയമില്ലാതില്ല ഇനി അയാളും കൂടെ അറിഞ്ഞിട്ടാണോ ഈ കളി നടത്തുന്നതെന്ന്. ഔതുകുട്ടിച്ചായൻ, ലാലിച്ചൻ്റെ അച്ഛൻ, അയാൾ അവിടെ ഉണ്ടായിരുന്നു. ഔതുകുട്ടിച്ചായനും അവിടെ ഉണ്ടായിരുന്നോ? അപ്പച്ചനും അറിഞ്ഞുകൊണ്ടാണോ ഈ ഒത്തു കളിക്കുന്നത്? അപ്പച്ചനും ഇതിന് കൂട്ടുനിന്നോ? അപ്പോൾ അപ്പച്ചന് അറിയാമായിരുന്നു മകന് പണ്ടൊരു അവിഹിതം ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ടായിരിക്കില്ലേ മകനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പച്ചൻ അവിടേക്ക് വന്നത്? എനിക്ക് അതൊന്നും അറിയില്ല എൽസാമേ. ഞാൻ അവിടെ ചെന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. നീ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ പോയിക്കോ. ഇല്ലാന്നുണ്ടെങ്കിലേ എല്ലാം കൈവിട്ടു പോവും. ലാലിച്ചന് ആരെയും പേടിയില്ലെന്നറിയാം. അയാൾ കുറേ വളർത്തു നായികളും ഉണ്ടല്ലോ. ആർക്കും അങ്ങോട്ടേക്ക് കയറാൻ പറ്റാത്ത വണ്ണം അതിനെയൊക്കെ വളർത്തി വലുതാക്കി വച്ചിട്ടുമുണ്ട്. അയാൾക്ക് അതിൻ്റെ ഒരു ബലമാണ്. ആരും അങ്ങോട്ട് ചെല്ലില്ല, ഒന്നും അന്വേഷിക്കില്ല എന്ന് വിചാരിച്ചിട്ട്. ഇതങ്ങനെ വിട്ട് കളയരുത് എൽസാമേ. നമുക്ക് പോണം, എത്രയും പെട്ടെന്ന് തന്നെ പോണം. മക്കളെയും കൂട്ടിക്കോ. അതെ, ഇനി വൈകിയാലേ ശരിയാവില്ല. എല്ലാം കൈവിട്ട് പോവും. എന്നിട്ട് കിടന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? നാളെ രാവിലെ തന്നെ എല്ലാവരെയും കൂട്ടി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അയാളുടെ വിചാരം അയാളെ എല്ലാവർക്കും പേടിയാണെന്നാണ്. ആർക്കാ പേടി? കുറേ നായ്ക്കളെ വളർത്തി വെച്ചു എന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങോട്ട് കയറി ചെല്ലില്ല എന്ന് വിചാരിച്ചോ? നാളെ എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ പോകണം. ആ പെണ്ണിനെ അവിടെ നിന്ന് പിടിച്ചിറക്കി വിടണം. അങ്ങനെ എൻ്റെ മകളുടെ സ്ഥാനത്ത് വേറൊരുത്തി വേണ്ട.